ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധ നേടി പിന്നീട് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നതടക്കം വിവാദങ്ങളിലേക്ക് കടന്ന കണ്ണൂർ സ്വദേശി നിഹാദ് എന്ന തൊപ്പിയുടെ വീട്ടിൽ നിന്ന് മാരക ലഹരി കണ്ടെത്തി. ഇതോടെ തൊപ്പിയും 3 പെൺസുഹൃത്തുക്കളും ഒളിവിൽ. നിഹാദിന്റെ ഡ്രൈവർ ജാബിർ, സുഹൃത്തുക്കളായ മുഹസിബ്, മുഹമ്മദ് സുഹൈൽ എന്നിവരാണ് പ്രധാന പ്രതികൾ. 3 പെൺസുഹൃത്തുക്കളെയും പ്രതികളാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒളിവിലാണ്. തളിപ്പറമ്പ് സ്വദേശിയായ നിഹാദ് എന്ന തൊപ്പിയുടെ തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഡാൻസ് ഓഫ് സംഘം രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തി മാരക ലഹരി കണ്ടെത്തിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് തൊപ്പിയുടെ വീഡിയോകളുടെ സ്ഥിരം കാഴ്ചക്കാർ. തൊപ്പിയുടെ ലൈവ് വീഡിയോകളിലൂടെ കുട്ടികൾ വഴിപിഴയ്ക്കുന്നുവെന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു. കേട്ടാലറിക്കുന്ന മോശം പദപ്രയോഗങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി, സ്ത്രീകളെയാകെ മോശമായി ചിത്രീകരിക്കുക തുടങ്ങി മനോഭാവങ്ങളാണ് തൊപ്പിയുടെ വീഡിയോകളിൽ അധികവും. സ്ത്രീവിരുദ്ധതയും അശ്ലീല പരാമർശങ്ങളും ചൂണ്ടിക്കാണിച്ച് നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. മലയാളം ടെലിവിഷൻ, കൊച്ചി. കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാടേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെ?